ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചലഞ്ചും കാര്യങ്ങളൊന്നുമല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ ഞാനാണ് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പോണത്. എന്താ വെച്ചാല് ഒരു അച്ചാർ റെസിപ്പിയാണ്. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് തക്കാളി വെച്ചാണ്, മാങ്ങ അല്ല, ഒന്നും വെച്ചല്ല, തക്കാളി വെച്ചാണ്. അപ്പൊ പഴുത്ത തക്കാളി എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ശ്രദ്ധിക്കണേ. അപ്പൊ ആ പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കിച്ചണിൽ കയറി ഒന്ന് ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ സാധനം അച്ചാറും പൊടിയാണ്. അപ്പോൾ അച്ചാറും പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ആൻഡ് ആവശ്യത്തിന് ഉപ്പ് ആൻഡ് പഞ്ചസാര, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനീഗർ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അച്ചാറിനല്ല, അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേവാനും വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണി ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയതാക്കി നമുക്ക് പീസാക്കി വെക്കാം. അപ്പോൾ ഞാനിനി എല്ലാതും ഇങ്ങനെ അരിഞ്ഞിട്ട് വരാം. അപ്പോൾ നിങ്ങൾ തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവ് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത്. എന്നിട്ട് അതിലോട്ട് കടുക് കുറച്ച് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിയതിന് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പച്ചമുളക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കടുകും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഈ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ നല്ലതാണ്. അപ്പോൾ കറിവേപ്പില എന്തായാലും ഇടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. പച്ചമണം മാറിയിരിക്കണേ. അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി എടുത്തിട്ട് ചീനച്ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യണ്ടേ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അച്ചാർ ഉണ്ടാക്കണത് തന്നെ. അപ്പോൾ ശരിയാവില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അച്ചാർ ഉണ്ടാക്കിയത്. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കാം. ഇത് വേവണമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വന്നിക്കണേ. അപ്പോൾ മൂടി വന്നപ്പോൾ അന്നെ വെന്ത് വന്നിക്കണേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ. അപ്പോൾ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചു. പിന്നെ വെന്ത് വന്നിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പൊന്നും ഏറാൻ പാടില്ല. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ സാധനം അച്ചാറും പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അച്ചാറും പൊടി എന്തായാലും വേണം കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അതാണ് മെയിൻ സാധനം, അതാണ് അച്ചാറും പൊടി. അപ്പോൾ ഞാനും അച്ചാറും പൊടിയും ഉപ്പ് പഞ്ചസാര എല്ലാം ഇട്ടുകൊണ്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നല്ല കളറും എന്താ കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ അച്ചാറിൻ്റെ റെസിപ്പി ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു അച്ചാറിൻ്റെ റെസിപ്പി യൂട്യൂബിൽ നമ്മളെ ഈ ചാനലിൽ ഇട്ടിട്ട് കേട്ടോ. പിന്നെ നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ വിനീഗർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിനീഗർ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടേനും, പക്ഷേ ടേസ്റ്റിനാണെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണില്ല, എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടെന്ന് വിശ്വസിക്കണേ. അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് ചോറെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് അച്ചാറിട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്കും അറിയണ്ടേ എന്താ ടേസ്റ്റ് എന്ന്. അപ്പോൾ നമ്മളിലൊക്കെ അച്ചാർ കൂടി നമ്മൾ ചോറുണ്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ്. നമ്മളിത് ഇട്ടിട്ട് ചോറ് കേട്ടോ കുറച്ചുകൊണ്ട് എടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും എല്ലതും പാകത്തിനകത്തുക്കണേ. അപ്പോൾ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് വീട്ടിലുണ്ടാക്കി വെക്കണം. എന്നിട്ട് വീട്ടിലുണ്ടാക്കി വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ തക്കാളി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. കുറച്ച് ടൈം എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.